ഹായ് ഓൾ. അപ്പോൾ ഞാൻ വീണ്ടും വന്നു അടുത്ത ക്ലാസ്സുമായിട്ട്. പിന്നെ ആദ്യമേ തന്നെ എല്ലാവരോടും എൻ്റെ സോറി. കാരണം ഞാൻ ക്ലാസ് ഇടാൻ ഡിലേ ആയിപ്പോയി. അതെന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഫോൺ ഡാമേജ് ആയിപ്പോയി. 2-3 ദിവസത്തേക്ക് ഫോണില്ലായിരുന്നു. ഫോണിലാണ് ചെയ്യുന്നത്, അപ്പോൾ അതില്ലായിരുന്നു. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ വീഡിയോ എനിക്ക് ടൈം കിട്ടുമ്പോൾ വീഡിയോ എല്ലാം ഷെഡ്യൂൾ ചെയ്ത് വെച്ച് അങ്ങനെയാണ് ചെയ്യാറ്. എഡിറ്റ് ചെയ്ത് ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ട് അങ്ങനെ പോസ്റ്റ് ചെയ്യുകയാണ് പതിവ്. പക്ഷേ ഇത് ഫോണിൻ്റെ കാര്യം ഇങ്ങനെ ആയതുകൊണ്ട് പറ്റിയില്ല. അതുകൂടാതെ തന്നെ എൻ്റെ ഹസ്ബൻഡ് ഒരു നേഴ്സാണ്, അപ്പം ഓഫില്ലായിരുന്നു. മറ്റൊരു കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നൈറ്റും ആയിരുന്നു. അല്ലെങ്കിൽ നൈറ്റ് ഞാൻ ചെയ്യും. കുഞ്ഞ് ഉറങ്ങുന്ന സമയത്ത്, കുഞ്ഞ് ഉറങ്ങുന്ന സമയത്ത് നൈറ്റ് ഞാൻ ചെയ്യും. കുഞ്ഞിൻ്റെ അടുത്ത് ഒരാൾ നൈറ്റ് വേണം, അല്ലെങ്കിൽ എഴുന്നേറ്റ് ബഹളാക്കും. അപ്പോൾ ഇത് രണ്ടും എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് ഡിലേ ആയിപ്പോയത് കേട്ടോ. പിന്നെ പറഞ്ഞ വാക്ക് ഞാൻ പാലിച്ചിരിക്കും. ഞാൻ 2 ക്ലാസ് എന്നാണ് ഞാൻ പറഞ്ഞത്. 2 ക്ലാസ് ഞാൻ ഇടും. നാളെ തന്നെ നെക്സ്റ്റ് ക്ലാസ്സും ഇടാം കേട്ടോ, പോസ്റ്റ് ചെയ്യാവേ. ഓക്കെ. ഇനി എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ട് വാച്ച് ചെയ്യണം. അപ്പോൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? ആദ്യം ഞാൻ ഇതിന് മുന്നേ 2-3 ക്ലാസ് ചെയ്തിട്ടുണ്ട്. ആ ക്ലാസ് കണ്ടതിന് ശേഷം ഈ ക്ലാസ് വന്ന് കാണുക. എന്നാൽ മാത്രമേ നിങ്ങൾക്കൊരു കണ്ടിന്യൂറ്റി കിട്ടത്തുള്ളൂ, നിങ്ങൾക്കൊരു യൂസ് കിട്ടത്തുള്ളൂ, ഒരു ക്ലാസ് ഒരു എഫക്റ്റീവ് ആകത്തുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്നൊന്നും മനസ്സിലാകത്തില്ല. ഓക്കെ, സെറ്റല്ലേ? പിന്നെ ക്ലാസ് കണ്ടതിന് ശേഷം ഇത് കൊള്ളാം എന്നൊക്കെ തോന്നുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ ഷോർട്സിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. പിന്നെ നിങ്ങൾ വീഡിയോസ് മാത്രമല്ല ഷോർട്സും പോയി കാണുക. കാരണം വെച്ചാൽ അതും യൂസ്ഫുള്ളായ കാര്യങ്ങൾ തന്നെയാണ് ചെയ്യുന്നത്. കുറച്ച് മോട്ടിവേഷൻ തോട്ട്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ കുഞ്ഞിൻ്റെ ചില ചിരികൾ, അങ്ങനെ അവൻ്റെ കുറച്ച് വികൃതികൾ, അതൊക്കെയാണ് നമ്മൾ സ്ട്രെസ് ആയിരിക്കുന്ന സമയത്തൊക്കെ അതും ഒരു സ്ട്രെസ് ഡിഗ്രീസ് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കും, അലിവേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. ഞാൻ കഴിഞ്ഞ തവണ ടെൻസിൻ്റെ പേര് പഠിക്കാനുള്ള എളുപ്പവഴിയൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ ആ ക്രമത്തിൽ പഠിപ്പിച്ചത്, ഞാൻ എടുക്കുന്ന ക്രമത്തിലാണ് നിങ്ങളെ പഠിപ്പിച്ചത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഏത് ടെൻസാണ് വരിക? ഏതൊക്കെ വീട്ടിലാണ് നമ്മൾ പറഞ്ഞു വിടുക? അതെ, കണ്ടിന്യൂസ് എന്നയാളെ ആദ്യത്തെ വീട്ടിൽ പറഞ്ഞു വിട്ടു, പ്രസൻറ്റ്. ഓക്കെ, അപ്പോൾ എന്തായി? പ്രസൻറ്റ് കണ്ടിന്യൂസ്. യെസ്, അപ്പോൾ നമ്മൾ ഇന്ന് എന്താ എടുക്കുന്നത്? പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ എങ്ങനെ തുടങ്ങുകയല്ലേ? പ്രസൻറ്റ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ എന്താ? ആദ്യം നമ്മളൊരു ടെൻസ് പഠിക്കുമ്പോൾ അതെന്താണ് മീൻ ചെയ്തത്, അതിൻ്റെ മലയാളം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. എന്നാൽ മാത്രമേ നമ്മൾ ആ പഠിക്കുന്ന ആ ഫോം നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ വെറുതെ വൈകാത്ത് ചെയ്ത് അതിൻ്റെ മീനിങ് മനസ്സിലായില്ലെങ്കിൽ നമുക്ക് സംസാരിക്കുന്നിടത്തും എഴുതുന്നിടത്തൊന്നും ഇത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഒരു ടെൻസ് എടുക്കുമ്പോൾ തന്നെ ഞാൻ അതിൻ്റെ മലയാളം എങ്ങനെയെന്ന് പറഞ്ഞു പോകുന്നത്. ഓക്കെ, ഇപ്പോൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നടന്നുകൊണ്ടേ ഇരിക്കുന്ന കാര്യങ്ങൾക്കാണ് പ്രസൻറ്റ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞത്. അതിനാണ് നമ്മൾ ഈ ടെൻസ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ ഈ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്, അതൊരു പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണ്. അപ്പം ഞാൻ ചെയ്യുന്നത് ഒരു പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണ്. ഓക്കെ, അപ്പോൾ അത് മനസ്സിലായല്ലോ. ഇനി നമുക്ക് ആക്റ്റീവ് വോയിസിൻ്റെ ഫോമിലേക്ക് കടക്കാം. എന്താണ് ഫോം അറിയാമോ? അറിയാവുന്നവർ ഓർത്തെടുക്കുക, അറിയാവുന്നവർ പറയുക, മറന്നുപോയവർ ഓർത്തെടുക്കുക. ഇനി ഇത് ആദ്യമായി കേൾക്കുന്നവരാണെങ്കിൽ ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, അപ്പോൾ ഫോം ഞാൻ പറയുവാണേ. സബ്ജക്റ്റ് പ്ലസ് ഈസ് ഓർ ആം ഓർ ആർ പ്ലസ് വെർബ് പ്ലസ് ING. ഓക്കെ ആയില്ലേ? എഴുതിയെടുത്തല്ലോ. അതുകൊണ്ടാണ് സ്ലോയിൽ പറയുന്നത്, എഴുതിയെടുക്കാനായിട്ട് കേട്ടോ. ഇനി നമുക്കിത് എക്സാമ്പിൾ വെച്ച് ക്ലിയർ ചെയ്യാം. നമ്മുടെ സ്ഥിരം എക്സാമ്പിളിന് പിടിക്കാം അല്ലേ? ഐ ആം റൈറ്റിംഗ് എ ലെറ്റർ. ഇതിൻ്റെ സബ്ജക്റ്റ് ഏതാ? ഐ. ഹെൽപ്പിംഗ് വെർബ് ഏതാ? ആം. ഐ ആം. ഇനി വെർബിൻ്റെ ING റൈറ്റിംഗ്, എ ലെറ്റർ ഒബ്ജക്റ്റ്. ഓക്കെ ആയില്ലേ? ഇനി ഇവിടെ ഞാൻ ഹെൽപ്പിംഗ് വെർബ് 3 ഹെൽപ്പിംഗ് വെർബ് പറഞ്ഞിരുന്നല്ലേ? ആം, ഈസ് ഓർ ആർ.
ഇതിലെ ആം എവിടെ വരും? ഇപ്പോൾ ഈ എക്സാമ്പിൾ പറഞ്ഞിടത്തുനിന്ന് തന്നെ നിങ്ങൾക്ക് ക്ലിയർ ആണ്. ആം എവിടെ വരും? ഐ യൂസ് ചെയ്യുമ്പോൾ ആം വരും. ഐ സബ്ജക്റ്റ് ഐ ആയതുകൊണ്ടാണ് അവിടെ ആം വന്നത്. പിന്നെ ഈസ് എവിടെ വരും? അവിടെ സിംഗുലർ ആയിരുന്നെങ്കിൽ, സബ്ജക്റ്റ് സിംഗുലർ, അതായത് ഹീ ഓർ ഷീ അതൊക്കെ ആയിരുന്നെങ്കിൽ അവിടെ ഈസ് വന്നേനെ. ഹീ ഈസ് ഡ്രൈവിങ് എ കാർ അങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ കണ്ടോ അവിടെ ഈസാ വന്നത് ഹെൽപ്പിംഗ് വെർബ്. ഓക്കെ അല്ലേ? ആറോ അവിടെ പ്ലൂറലായിരുന്നെങ്കിൽ, സബ്ജക്റ്റ് പ്ലൂറലായിരുന്നെങ്കിൽ, ബഹുവചനായിരുന്നെങ്കിൽ അവിടെ ആറ് വന്നേനെ ഹെൽപ്പിംഗ് വെർബ്. ദേ ആയിരുന്നെങ്കിൽ, ദേ ആർ ഡാൻസിങ് എന്നായിരുന്നെങ്കിൽ കണ്ടോ ദേ ആർ ഡാൻസിങ്. ക്ലിയർ ആയില്ലേ? ജസ്റ്റ് ക്വിക്കൊന്ന് നമുക്ക് OET എക്സാമിലോട്ടും കൂടെ പോയിട്ട് വേഗം വരാം. ഓക്കെ. ആരും പബ്ലിക്കായിട്ട് എനിക്ക് മെസ്സേജ് അതിനകത്ത് കമൻറ്റ് ചെയ്യാറില്ലെങ്കിലും അല്ലാണ്ട് പറയാറുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ജസ്റ്റ് ഞാൻ ഒത്തിരി ടൈം കളയാൻ ജസ്റ്റ് ഒന്ന് പോയിട്ട് വരാം. പ്രസൻറ്റ് കണ്ടിന്യൂസ് OET ലെറ്ററിൽ എവിടെയെങ്കിലും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടോ എന്ന് ഓർത്തേ. യെസ്, ഐ ആം റൈറ്റിംഗ് എ ലെറ്റർ. സോറി, ഐ ആം റൈറ്റിംഗ് ടു റെഫർ മിസ്റ്റ് എക്സ് ഡാഷ് ഡാഷ് ഡാഷ്. ബാക്കി നിങ്ങൾക്കറിയാം അല്ലേ? അവിടെ വന്നില്ലേ ഐ ആം റൈറ്റിംഗ് ടു റെഫർ? അവിടെ കണ്ടോ പ്രസൻറ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കുന്നത്. പിന്നെ വേറൊരു സ്ഥലത്തുകൂടിയുണ്ട്, പറയാമോ? ഹി ഈസ് റിക്കവറിങ് ഫ്രം ന്യൂമോണിയ. കണ്ടോ അവിടെയും പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസാണ്. ചെയ്തുകൊണ്ടിരിക്കുന്നു, റെഫർ ചെയ്യുവാണ്, ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓക്കെ, മനസ്സിലായില്ലേ? പിന്നെ ഹി ഈസ് റിക്കവറിങ് ആഫ്റ്റർ ഹെമി ആർത്തോപ്ലാസ്റ്റി. കണ്ടോ അവിടെ ആഫ്റ്റർ വന്നത്. എന്തുകൊണ്ട് ആഫ്റ്റർ വന്നത്? അവിടെ സർജറിയിൽ പ്രൊസീജിയറൊക്കെ ആയതുകൊണ്ടല്ലേ. ഈ ഫ്രമും ആഫ്റ്റർ അതൊക്കെ എഴുതുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. അതിനൊക്കെ നമുക്ക് മാർക്ക് വീഴുന്നതാണ്. ശരിക്കും ഈ ഗ്രാമർ നന്നായി പഠിച്ച് റിലവൻറ്റും ഇറലവൻറ്റൊക്കെ സെലക്ട് ചെയ്ത് നന്നായി കേസ് നോട്ടൊക്കെ നല്ല ഇരുത്തി വായിക്കുവാണെങ്കിൽ നമുക്ക് റൈറ്റിങ്ങിന് 400 എബോവ് അല്ലെങ്കിൽ നിയർ 400 അല്ലെങ്കിൽ 400 എങ്കിലും ഷുവറായിട്ടും കിട്ടും. ഞാൻ ഉറപ്പ് പറയുക. നമുക്ക് എപ്പോഴും ഈ C++ വന്ന് നിൽക്കാൻ കാരണം, ലെറ്റർ വന്ന് നിൽക്കുക, നമ്മൾ ഇതൊന്നും അറിയില്ലാത്തതുകൊണ്ടാണ്. ഈ ചെറിയ ചെറിയ മിസ്റ്റേക്കുകളിലാണ് നമുക്ക് മാർക്ക് പോകുന്നത്. നമുക്ക് ഗ്രാമർ നന്നായി അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ഈ ഇങ്ങനത്തെ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി നമ്മൾ പാസീവ് വോയിസിലേക്ക് കിടക്കുകയാണ്. പാസീവ് വോയിസിൻ്റെ റൂൾ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. 2 റൂൾ ഞാൻ നേരത്തെ പറഞ്ഞു. എല്ലാത്തിനും ഇതുപോലെ വരുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഓർമ്മയുണ്ടോ? ആദ്യം ഒബ്ജക്റ്റ് വരും. പിന്നീട് എന്താ പറഞ്ഞത്? ഏത് കണ്ടിന്യൂസ് ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, പാസ്റ്റ് ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, പ്രസൻറ്റ് ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, എന്ത് വരും? വെർബിൻ്റെ V3 ഫോം മാത്രമേ വരുള്ളൂ. നിങ്ങൾ ഏത് പാസീവ് വോയിസ് എടുത്ത് സെർച്ച് നോക്കിയോ, വെർബിൻ്റെ V3 ഫോം മാത്രമേ വരത്തുള്ളൂ. ഇത് രണ്ടും നമ്മൾ നേരത്തെ മൈൻഡിൽ ഉറപ്പിച്ച കാര്യമാണ്. ജസ്റ്റ് ഞാൻ ഒന്ന് പൊടി തട്ടിയെടുക്കാൻ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ഇനി പാസീവ് വോയിസിൻ്റെ ഫോം എന്താ? ഒബ്ജക്റ്റ് പ്ലസ് ഈസ് ഓർ ആർ ഓർ ആം പ്ലസ് ബീയിങ് പ്ലസ് V3. കണ്ടോ? നേരത്തെ പഠിച്ച പാസീവ് വോയിസിൻ്റെ ഫോമുമായിട്ട് കമ്പയർ ചെയ്ത് പഠിക്കുക. എന്നാലാണ് നമുക്കിതിന് ഡിഫറൻസ് എന്തെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അങ്ങനെ കമ്പയർ ചെയ്ത് പഠിക്കണമെങ്കിൽ ക്ലാസ് കയറുന്നതിന് മുമ്പ് അല്ലെങ്കിൽ എല്ലാ ദിവസവും പഠിച്ച ടെൻസ് ഒന്ന് റീകോൾ ചെയ്യുക. കണ്ടോ അവിടെ ഈസ് ഓർ ആർ പ്ലസ് V3 വന്നെങ്കിൽ ടെൻസ് പാസീവ് വോയിസ് മാറിപ്പോയേനെ. അവിടെ ഒരു ബീയിങ് കൂടെ വന്നു. ഓക്കെ, മനസ്സിലായില്ലേ? അതാണ് ഫോം. ഇനി നമുക്ക് എക്സാമ്പിളിലോട്ട് കിടക്കാം അല്ലേ? എ ലെറ്റർ ഈസ് ബീയിങ് റിട്ടൺ ബൈ മീ. എ ലെറ്റർ അവിടെ ഒബ്ജക്റ്റ് വന്നു. ഫസ്റ്റ് ഈസ് ഹെൽപ്പിംഗ് വെർബ് വന്നു സിംഗിളർ ആയതുകൊണ്ട്. പിന്നെ ബീയിങ് വന്നു, പിന്നെ പ്ലസ് വന്നു, പിന്നെ V3 റിട്ടൺ ബൈ മീ. ഞാൻ എപ്പോഴും പറയാറുണ്ട് ബൈ മീ ആവശ്യമില്ല, ആവശ്യമുണ്ടെങ്കിൽ എഴുതാം. എപ്പോഴും നമ്മൾ വലിയ വലിയ പാസേജുകൾ കിട്ടുമ്പോൾ അവിടെ അത് ഹിഡൻ ആയിരിക്കും. ഓക്കെ, സെറ്റല്ലേ? അപ്പോൾ ഇനി ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് വീട്ടിലോട്ട് ഓടിപ്പോയിട്ട് വരാവേ. ഹി ഈസ് ബീയിങ് ഡിസ്ചാർജ്ഡ് ടുഡേ. കണ്ടോ
അത് പാസീവ് വോയിസാണ്. പ്രസൻറ്റ് കണ്ടിന്യൂസിൻ്റെ ഇത് മനസ്സിലാക്കിക്കൊണ്ടാണോ എഴുതിക്കൊണ്ടിരുന്നത്? നോക്കി എല്ലാം വന്നില്ലേ? ആ ക്രൈറ്റീരിയ എല്ലാം അവിടെ മീറ്റ് ചെയ്തില്ലേ? ഹി ഈസ് ബീയിങ് ഡിസ്ചാർജ്ഡ്. കണ്ടോ? എല്ലാം വന്നു അല്ലേ? ഹി ഈസ് ബീയിങ് ഡിസ്ചാർജ്ഡ് ടുഡേ. മനസ്സിലായില്ലേ? ഇനി ഒന്ന് ചിന്തിച്ചേ, ഹി ഈസ് ബീയിങ് ഡിസ്ചാർജ്ഡ് ടുഡേ. അപ്പം അതിൻ്റെ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ആക്റ്റീവ് വോയിസ് എന്തായിരിക്കും? ചില സംഭവങ്ങളൊക്കെ എവിടെയുണ്ട് ഒന്ന് പറഞ്ഞേ. പറയാൻ പറ്റുന്നുണ്ടോ? ഞാൻ പറയട്ടെ. ഡോക്ടർ ഈസ് ഡിസ്ചാർജിങ് ദ പേഷ്യൻറ്റ്. കണ്ടോ? ശരിക്കും ഡോക്ടർ ചെയ്യുന്ന പരിപാടിയാണ് പേഷ്യൻറ്റ് ഡിസ്ചാർജ് ആക്കുക. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പേഷ്യൻറ്റിനാണ് ഇവിടെ ഇമ്പോർട്ടൻ്റ്. അതുകൊണ്ടാണ് നേരെ തിരിച്ചു വന്നത്. പേഷ്യൻറ്റിൻ്റെ അവിടെ സ്ഥാനത്ത് ഹീ നമ്മൾ പറഞ്ഞു. പേഷ്യൻ്റ് നമ്മൾ യൂസ് ചെയ്യാറില്ല അല്ലേ പേര് യൂസ് ചെയ്യുന്നത്. പേഷ്യൻ്റ് യൂസ് ചെയ്യാത്തതുകൊണ്ട് ഹീ വന്നു. ഹീ ഈസ് ബീയിങ് ഡിസ്ചാർജ്ഡ് ടുഡേ. കണ്ടോ? എത്ര വ്യക്തമായിട്ടാണ്, എത്ര ക്ലിയർ ആയിട്ടാണ്. കണ്ടില്ലേ? ഇത് പഠിക്കുന്നതിൻ്റെ ഗുണങ്ങൾ കണ്ടില്ലേ ലെറ്ററിൻ്റെ കാര്യത്തിൽ? അപ്പോൾ നിങ്ങൾക്കിത് രണ്ടും ക്ലിയർ ആയില്ലേ? മീനിങ് വന്നു തന്നെയാണ് കേട്ടോ. ഡോക്ടർ ഡിസ്ചാർജ് ചെയ്യുന്നു, പേഷ്യൻറ്റിനെ ഡിസ്ചാർജ് ചെയ്യുന്നു, എല്ലാം സെയിം മീനിങ് തന്നെയാണ്. അവിടെ ഒബ്ജക്റ്റിന് പ്രാധാന്യം കൊടുക്കും. പിന്നെ ഞാൻ നിങ്ങളോടൊരു കാര്യം പറഞ്ഞായിരുന്നു, ബോർഡ് വരും നെക്സ്റ്റ് ക്ലാസ്സിൽ നിന്ന്. യെസ്, ബോർഡൊക്കെ വന്നിട്ട് കുറേ ദിവസങ്ങളായി. ഞാനിപ്പോൾ ക്ലാസ് ഇടാൻ വേണ്ടി വൈകി പോയില്ലേ. പക്ഷേ എന്ത് ചെയ്യാനോ, പറ്റാത്തത് കൊണ്ടിട്ടില്ല. എന്തൊക്കെയായാലും ഇന്ന് തുടങ്ങി ക്ലാസ്സിൻ്റെ അകത്ത് ബോർഡുണ്ട്. അപ്പം കറ ശബ്ദങ്ങൾ ഒഴിവായി ഞാൻ നിങ്ങളെ കാണിക്കാവേ. കണ്ടോ? കണ്ടില്ലേ? യെസ്, ക്ലിയർ അല്ലേ? ഇങ്ങനെ കാണിച്ചാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിരിക്കത്തില്ല. ക്ലിയർ അല്ലേ? ഓക്കെ, ഇതാ കേട്ടോ ഒരു കുഞ്ഞു ബോർഡ്. എന്തൊക്കെയായാലും ആ എന്നുള്ള സൗണ്ട് അങ്ങ് ഒഴിവായി കിട്ടിയല്ലോ. എനിക്ക് സന്തോഷമായി, നിങ്ങൾക്ക് സന്തോഷമായി. നിങ്ങൾക്ക് ക്ലാസ്സൊക്കെ മനസ്സിലാകുന്നുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പം മനസ്സിലാകുന്നില്ല, എന്തെങ്കിലും സജഷനൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങൾ വെറുതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വന്നിരുന്ന് കാണുന്നതിൽ അർത്ഥമില്ലല്ലോ. നമ്മളൊരു സംഭവം കാണുന്നതുകൊണ്ട് നമുക്ക് എന്തൊക്കെയാണ് അതിനൊരു യൂസ് ഉണ്ടാകണം. ഓക്കെ, അപ്പം നന്നായിട്ട് അതിൻ്റെ അകത്ത് പഠിപ്പിക്കുമ്പോൾ തന്നെ പഠിച്ചു പോവുക. അതാണ് നമുക്ക് ചെയ്യാൻ പറ്റാവുന്നൊരു കാര്യം. ഇനി ഇത്ര നേരം എന്നെ സഹിച്ചിരുന്ന നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ താങ്ക് യു. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയവർ ഒന്ന് പ്രസ് ചെയ്തേ, സബ്സ്ക്രൈബ് ചെയ്തേ. ഓക്കേ.